നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നാട്ടിക നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ നിയുക്ത MLA ഗീതാ ഗോപിയുടെ പര്യടനം. LDF നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പര്യടന യാത്ര. 3 തവണയും നാട്ടിക നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ തനിക്ക് സമ്മാനിച്ച വിജയത്തിന് നിയുക്ത MLA ഗീതാ ഗോപി തന്റെ പര്യടനത്തിലൂടെ നന്ദി പറഞ്ഞു. 2 ദിവസങ്ങളിലായാണ് മണ്ഡലത്തിലെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുള്ള പര്യടന യാത്ര സംഘടിപ്പിച്ചത്. ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എന്നെ അരിവാൾ ധാന്യക്കതിർ ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷത്തോടെ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തു. കഴിഞ്ഞ ഏപ്രിൽ മാസം 25 ദിവസം ഈ മണ്ഡലത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ എൻ്റെ പ്രിയ വോട്ടർമാരെ നേരിട്ട് കണ്ടും അല്ലാതെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ സാരഥിയായി എന്നെ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടായിരുന്നു എൻ്റെ യാത്ര. പ്രിയമുള്ളവരെ, യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യപരമായി പറയാനും സത്യങ്ങൾ സത്യത്തിന്റെ മുന്നിൽ പറയാനും യാതൊരു മടിയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇല്ല. ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ പല രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഞാൻ. വ്യക്തിയെത്തിക്കും കുപ്രചരണങ്ങൾക്കും അപരാധ പ്രവർത്തനങ്ങൾക്കും ഒരേ ഒരു മറുപടിയാണ് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നാട്ടിക നൽകിയത്. വ്യക്തിയെത്തിക്ക് കുപ്രചരണങ്ങൾക്ക് അന്തസ്സായ മറുപടി ഈ വിജയം. 2ാം ദിവസമായ ചൊവ്വാഴ്ച കോടന്നൂർ സെന്റർ ഉൾപ്പെടെ ചേർപ്പ് ബ്ലോക്ക് പരിധിയിലെ വിവിധ കേന്ദ്രങ്ങളിലും ആവേശകരമായ സ്വീകരണമാണ് നിയുക്ത MLAക്ക് ലഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണ ചടങ്ങുകളിൽ പ്രവർത്തകർ നിയുക്ത MLAയെ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. LDF നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ AS ദിനകരൻ, കൺവീനർ KP സന്ദീപ്, ട്രഷറർ K ജോബി എന്നിവർ പര്യടന യാത്രയ്ക്ക് നേതൃത്വം നൽകി. വെങ്ങണശ്ശേരി, അമ്മാടം, പെരിഞ്ചേരി, കരുവന്നൂർ, ചൊവ്വൂർ, പൂച്ചിനിപ്പാടം ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങൾ ചുറ്റിയുള്ള പര്യടന യാത്ര വൈകിട്ട് ചേർപ്പ് തായംകുളങ്ങരയിൽ സമാപിച്ചു.